ഞാൻ കുറച്ച് ചോദിക്കട്ടെ ഇങ്ങോട്ട്. ഞാൻ ചോദിക്കണത് മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. എല്ലാം ശ്രദ്ധിച്ചിരിക്കണേ. ഇരിക്കൂലേ? നിങ്ങൾക്ക് എല്ലാവരും പറയട്ടോ. ഞാൻ ഇപ്പൊ ചോദിക്കുന്ന എല്ലാവർക്കും പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന നബിമാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞാണ്. ഒരൊറ്റ നബിയുടെ പേര് അറിയില്ല? സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. നബി. വേറെ നിങ്ങൾ ഏതെങ്കിലും നബിമാരെ കേട്ടിട്ടുണ്ടോ? വേറെ ഒരു നബിമാരും കേട്ടില്ല? എന്നാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമ്പോ പറയാൻ കേട്ടോ. ഇവിടുന്ന് പിരിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും നബിമാരുടെ പേര് പറയാന് ഓർമ്മ വരികയാണെങ്കിൽ പറയാൻ കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കും ആ ചോദ്യം. ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ചോദിക്കട്ടോ ഇൻഷാ അല്ലാഹ്. ഏതായാലും ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം. ഖുർആനിലെ ഖുർആൻ കേട്ടില്ല നമ്മള്? ഇവിടുന്ന് അയ്മൻ ഓതി, പിന്നെ മിസ്രിയെ ഓതി അല്ലേ? നമ്മൾ എന്നും ഓതലില്ലേ? നിങ്ങൾ ഓതുന്ന സൂറത്തുകളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞാണ് കേൾക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് പറഞ്ഞു. നെക്സ്റ്റ് സൂറത്തുൽ ഇഖ്ലാസ്. പിന്നെ എല്ലാരും പറയണോ? ഇതെല്ലാവർക്കും പറയാനുള്ളതാണ്. മൈക്ക് വാങ്ങി പറയണം. അറിയണവരൊക്കെ മൈക്ക് വാങ്ങി പറയൂ. അത്രയേ ഉള്ളൂ. സൂറത്തുൽ മസദ് പഠിച്ചു നമ്മൾ അറിയില്ലേ? സൂറത്തുൽ മസദ്, സൂറത്തുൽ നസ്ർ, സൂറത്തുൽ സൽസല അല്ലേ? ആരുണ്ട്? സൂറത്ത് യാസീൻ ഒന്നും ഓർമ്മയില്ലേ? അത് പറയാത്ത പറഞ്ഞോടി. സൂറത്തു യാസീൻ. അപ്പൊ ഒരുപാട് സൂറത്തുണ്ട് അല്ലേ? ഒരുപാട് സൂറത്തില്ലേ? കുറച്ച് അത് അയ്മൻ പറയുന്നുണ്ട്. സൂറത്തു എന്താണ്? സൂറത്തുൽ കൗസർ. പിന്നെ സൗണ്ടില്ല. എങ്കിലേ ഇങ്ങനെ ഒരുപാട് സൂറത്ത് പോയി 114 സൂറത്ത്. നിങ്ങൾ പഠിച്ച സൂറത്തില്, പിന്നെ നിങ്ങൾ പഠിച്ച സൂറത്തുകളിൽ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തു യാസീൻ. പിന്നെ നമ്മൾ കുറെ പോയി സൂറത്തുൽ ബഖറ വരെ കുറെ ഓതാണ്ട് അല്ലേ? അങ്ങനെ എത്ര സൂറത്തുണ്ടാവും? 114. എത്ര? 114. എന്നാൽ എന്റെ ചോദ്യം ഈ 114 സൂറത്തിലെ സൂറത്തുകളുടെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്ത് പറയണ്ട. സൂറത്ത് ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ആരും പറയണ്ട കേട്ടോ. ഞാൻ ചോദിക്കുന്നവർ മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ? അറിയുന്നവർക്കൊന്ന് കൈപൊക്കിയേ. മാഷാ അല്ലാഹ്, എല്ലാവർക്കും അറിയാം അല്ലേ? അറിയാത്തവരാരില്ലല്ലോ? അറിയോ? എല്ലാവരും കൈപൊക്കിയൊന്ന്. അറിയുന്നവർ മാത്രം കൈപൊക്കിയേ. ഏതോ കൈ പൊങ്ങാത്തുണ്ടോ സംശയം? അപ്പൊ എല്ലാം പൊങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നാ എല്ലാരും ഉറക്കെ ഒന്ന് പറഞ്ഞേ. മാഷാ അല്ലാഹ്, ശരിയല്ലേ? ഇവര് പറഞ്ഞു ശരിയല്ലേ? അല്ലേ സനദേ? പറഞ്ഞു ശരിയല്ലേ? ശരിയാണ്. ഓക്കെ. സൂറത്തുൽ ഫാത്തിഹ അല്ലേ? 114 സൂറത്തുകളിൽ സൂറത്തുകളുടെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്ത് ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ. എങ്കിൽ ഈ ഖുർആൻ കണ്ടില്ലേ? പഠിപ്പിച്ച നീ ഉണ്ടാവും അല്ലേ? ഖുർആനെ കുറിച്ചൊക്കെ ഒരുപാട് കഥ പറഞ്ഞ നീ ഇല്ലേ?
എങ്കിൽ ഈ ഖുർആൻ അവതരിച്ച മാസം എന്നാണ്. അറിയുന്നവര് മിണ്ടാതിരിക്കുക, അറിയുന്നവർ കൈ പൊക്കിയാൽ മതി. ആ, റമദാന് എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. ആരൊക്കെ റമദാൻ എന്ന് പറഞ്ഞത്? എല്ലാരും പറഞ്ഞു കൊടുത്തല്ല, അവരൊക്കെ ഉമ്മാർക്ക് പറഞ്ഞു കൊടുത്തേ. എന്താണ് ചോദ്യം? ചോദ്യം കൂടി പറഞ്ഞു കൊടുക്കി. ഖുർആൻ അവതരിച്ച മാസം ഏതാണ്? ഖുർആൻ അവതരിപ്പിച്ച മാസം. ഓക്കെ വി ക്യാൻ ഗോ ഇൻടു അനദർ ക്വസ്റ്റ്യൻ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് നിങ്ങൾ പേര് പറഞ്ഞാണ്. ശരീരത്തിലെ അവയവങ്ങളെ പേര് പറഞ്ഞാണ്. ഹൃദയം. അല്ല, ഓരോന്ന് പറഞ്ഞോളൂ. ഹൃദയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശരീരത്തിലെ കൈ അവയവല്ലേ? കണ്ണവയവല്ലേ? ആ, ഓരോന്ന് പറയൂ. പിന്നെ നെക്സ്റ്റ്, കാലില്ലേ നടക്കാന്? കേൾക്കാന്? എന്തൊന്നും പറയാത്തില്ലേ? തല. പിന്നെ തൊള്ള. പിന്നെ വിരൽ. അവർക്ക് പറഞ്ഞു കൊടുക്കാം. അമ്മമാർക്ക് ഉറക്കെ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞില്ലെങ്കിൽ അങ്ങനത്തൊന്നും അറിയില്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെയുണ്ടെന്ന്? വയറുണ്ട് അല്ലേ? തൊക്കുണ്ട് അല്ലേ? അങ്ങനെ കുറെ അവയവുണ്ട്. എന്നിട്ട് ചോദ്യം എന്താ അറിയോ? ശരീരത്തില് ആദ്യം വളരുന്ന അവയവം ഏതാണ്? ഐമൻ പറഞ്ഞേ. ഹൃദയം. റബീമൻ പറഞ്ഞേ. മൈക്ക് കൊടുത്തേ. മൈക്ക് പറ. മിസ്രിയെ പറഞ്ഞേ. മോള് പറഞ്ഞേ. മോള് പറഞ്ഞേ ഹൃദയം. ഇവര് പറഞ്ഞു ശരിയാണോ? ഓക്കെ. ഇവർക്ക് നല്ലൊരു ലൈക്ക് കൊടുക്കല്ലേ? മാഷാ അല്ലാ. ഇവര് പറഞ്ഞത് വളരെ ശരിയായിട്ടുണ്ട്. റെയിൻബോ. എന്താ റെയിൻബോ എന്ന് പറഞ്ഞാല്? മഴവില്ല്. അതിന് എത്ര കളറുകൾ ഉണ്ടാകും? 7 അല്ലേ? 7 കളറാ? ഓരോന്ന് പറഞ്ഞേ. 7 കളറും പറഞ്ഞേ. റെഡ്, ഓറഞ്ച്, നീല, കഴിഞ്ഞോ? പച്ച, വയലറ്റ്. 7. നീ എത്ര എണ്ണ? മിശ്രി എത്ര എണ്ണ? 7 എണ്ണയോ? മോനെത്ര എണ്ണ? എത്ര വർണ്ണുണ്ട് മഴവില്ലിന്? ഇവര് പറഞ്ഞ ആകെ 4 പറഞ്ഞിട്ടുള്ളൂ. 7 ശരിയാണോ? 7 ശരിയാ? ഉറപ്പാ? എന്നിട്ട് എന്താ അതിന്റെ പിന്നെ കളേഴ്സ് ഒന്നും പറയാത്ത? എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കളറുകൾ പേര് പറഞ്ഞില്ലേ? എന്നാൽ നമ്മൾ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞ കളർ ഏതാണ്? പറയണ്ട. ആദ്യം അതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ കളറുകളുടെ പേര് പറയണം. ഓരോരുത്തരും കളർ പേര് പറഞ്ഞേ. കളർ പേര് പറഞ്ഞോളൂ. ബ്ലാക്ക്, വൈറ്റ്, റെഡ്, പിന്നെ അത്രേ ഉള്ളൂ. ഗ്രീന്, ബ്ലൂ, വൈറ്റ് പറഞ്ഞു. പിന്നെ വയലറ്റ്, യെല്ലോ. എങ്കിൽ ഈ കളറുകളില് നമ്മൾ ആദ്യമായി തിരിച്ചറിയുന്ന കളർ ഏതായിരിക്കും? ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ചോദിക്കുന്നവർ പറയാം.
നമുക്ക് ആദ്യം തിരിച്ചറിയാൻ കഴിയുന്നത്, നിങ്ങൾ ഇവിടെ ബ്ലാക്ക് കാണുന്നുണ്ട്, അതുപോലെ റെഡ് കാണുന്നുണ്ട്, വൈറ്റ് കാണുന്നുണ്ട്. ഈ കളേഴ്സുകളില് നമ്മൾ ആദ്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ കളർ ഏതായിരിക്കും? റെഡ്. വേറെ ഏതെങ്കിലും അഭിപ്രായം ഉണ്ടോ? റെഡ് അല്ലാന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഉറപ്പാ? ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം ഒരുപാടായി, അവസാനിപ്പിക്കുകയാണ്. അവസാനം ഒരൊറ്റ ചോദ്യം ചോദിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ഡേയുടെ പേര് പറഞ്ഞാണ്, ഓരോ ഡേസുകളുടെയും പേര് പറഞ്ഞ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. തിങ്കൾ, സൺഡേ, സോറി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അല്ലേ? അറബിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിന്. യൗമുൽ ഇത്നൈൻ, യൗമുൽ ഇത്നൈൻ, യൗമു സലാസ, യൗമുൽ അർബിഅ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമു സബ്ത്. എന്താ കാര്യം പറയാത്ത? യൗമു സബ്ത്, യൗമുൽ നെക്സ്റ്റ് യൗമുൽ അഹദ്. അല്ലേ? എങ്കിൽ ഈ ദിവസങ്ങളുടെ ലീഡർ ആരാണ്? നേതാവ് ആരാണ്? വെള്ളി ആണോ? വെള്ളിയാണോ? വെള്ളി അല്ലാതെ അഭിപ്രായം ആർക്കില്ല? ഓക്കെ, വെള്ളിയാണോ ശരി? ആണോ? വെള്ളി എന്ന് പറഞ്ഞ ശരിയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവരൊക്കെ ഉഷാറാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് കരുതിയിരുന്നു. സമയക്കുറവ് കാരണമായിട്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മക്കൾക്കെല്ലാം എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരോടും